ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാൻ കാണിച്ച ആ ഒരു ഫ്രോക്കും ചേച്ചിക്കും അനിയത്തിക്കും വേണ്ടിയിട്ടുള്ള, ഇത് അനിയത്തി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പം അത് നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ആദ്യത്തത് നമ്മൾ ആ ഒരു യോക്ക് പോർഷനിൽ വരുന്നത് വിലങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് തീരെ മെലിഞ്ഞ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ എടുത്തത്. എന്നാൽ ഈ കുട്ടി ഇത്തിരി വണ്ണമുള്ള കുട്ടിയാണ്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഡിസൈനാണ് ഞാനിപ്പോ ഇതിന് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ നല്ല പീസ് വരുന്നത്. ഇത് അതിന്റെ ലൈനിങ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ഇതും ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ പിൻടക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലേസും വെച്ചിട്ടാണ്, പൈപ്പിങ്ങും വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് തുണിയുടെ അറ്റം പീസാണിത്. നമ്മൾ രണ്ട് അറ്റവും കൂടി ഒരുമിച്ച് പിടിച്ച് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഫോൾഡിങ് വരുന്നത് പോലെ. ഇപ്പൊ 2 പീസുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രോക്കിന്റെ ലെങ്ത് ആണ്, സ്കേർട്ട് പോർഷന്റെ ലെങ്ത് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് 34.5 ആണ്. വേസ്റ്റ് ലെങ്ത് വരുന്നത് 14.5 ആണ്. അപ്പോൾ 14 അരയാണ് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അതായത് ഫുൾ ലെങ്ത് ഫ്രോക്കിൽ നിന്ന് വേസ്റ്റിന്റെ ലെങ്ത് കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ എടുക്കുന്നത്. ഇപ്പൊ 34 ലെങ്ത് എങ്കിൽ അതിനകത്ത് നിന്ന് 14 കുറയുമ്പോൾ ബാക്കി 20 നമുക്ക് ലെങ്ത് വേണ്ടത്. 20 പ്ലസ് ഒരു അര ഇഞ്ച് കൂടി നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അപ്പൊ 20 അരയിൽ മാർക്ക് ചെയ്യുക, 20.5 മാർക്ക് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്ത് സ്കേർട്ട് പോർഷനായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ലൈനിങ്ങിന്റെ സ്കേർട്ട് പോർഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു 2 പീസിനെ ഒന്ന് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും കൂടിയാണ് നമ്മളിപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത്. യോക്കിന്റെ ലെങ്ത് വരുന്നത് 14 ആണ്. അപ്പോൾ 14 പ്ലസ് 1 ഇഞ്ച് കൂടി 15.5 ഇഞ്ച് ലെങ്ത്, യോക്ക് ലെങ്ത് എടുക്കുന്നുണ്ട്. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 5.25 ആണ്. 5.25 മാർക്ക് ചെയ്യാം. കൈക്കുഴി നമ്മൾ 6 എടുക്കുന്നുണ്ട്. കാരണം ഇത്തിരി വണ്ണമുള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾ കൈക്കുഴിയുടെ പോർഷൻ ഇത്തിരി കൂട്ടിയാണ് എടുക്കുന്നത്, ഷോൾഡറിനേക്കാളും. ഇത് തമ്മിൽ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമുക്ക് വരുന്നത് 7.25 ആണ്. 7.25 മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റിന്റെ അവിടുത്തെ വണ്ണം വരുന്നത് 7.25 ആണ്. 7.25 മാർക്ക് ചെയ്യുക, പ്ലസ് 2 ഇഞ്ച്. താഴെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി, നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കുകയാണ് സ്ലാൻഡിങ് ആയിട്ട്. ഇവിടെ നിന്ന് 1/2 ഇഞ്ചാണ് ഇപ്പൊ നമ്മൾ കയറ്റിയത്. എന്നിട്ട് ഇത് സ്ലാൻഡിങ് ആയിട്ട് വരച്ചു. കൈക്കുഴി നമുക്ക് വരയ്ക്കാം. കൈക്കുഴി നമുക്ക് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 6.5 വരണം. 6.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട് കൈക്കുഴി നമുക്ക് 1/2 ഇഞ്ച് നീക്കി ഇങ്ങോട്ട് കുഴിച്ചു വരയ്ക്കാം.
അതുപോലെ നെക്ക് വൈഡ് നമുക്ക് 2.25 വേണ്ടത്. അപ്പം നമ്മൾ 2.5 മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് നമുക്ക് വേണ്ടത് 4 ഇഞ്ചാണ്. അപ്പോൾ 4.25 മാർക്ക് ചെയ്യാം. ബാക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 3.25 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തു. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഉള്ളിലത്തെ പീസ് നമ്മൾ ബാക്ക് പീസായിട്ടും എടുക്കുകയാണ്. മാറ്റി വയ്ക്കുക. ഫ്രണ്ട് പീസിന് നമ്മൾ കുഴിച്ച് വെട്ടാനുണ്ട്. അതുപോലെ തന്നെ കഴുത്തും വെട്ടിയെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് പീസും കഴുത്തും കൈക്കുഴിയും വെട്ടി മാറ്റി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ നല്ല പീസിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നല്ല പീസിൽ കട്ട് ചെയ്തെടുക്കുന്നത് സ്കേർട്ട് പോർഷൻ്റെ നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. ബാക്കി സെയിം വിഡ്ത്ത് തന്നെയൊക്കെയാണ് ഇതിനും എടുക്കുന്നത്. പിന്നെ യോക്ക് പോർഷനിൽ ബാക്ക് പീസ് മാത്രമേ ഇതിൻ്റെ അളവിൽ ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഫ്രണ്ട് പീസ് നമ്മൾ ഇത്തിരി കൂടുതലായിട്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഇട്ട് നമ്മൾ സിംഗിൾ ലെയർ ഫോൾഡിങ്ങോടുകൂടി ഇട്ടിരിക്കുകയാണ്. അത് ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഇത് പ്രിന്റഡ് ആയതുകൊണ്ട് ഡിസൈൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവർ നേരെ നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം. അപ്പോൾ സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫ്രണ്ട് പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതാ നല്ല പീസ് 1 ഫോൾഡിങ്ങിൽ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ലൈനിങ്ങിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്നില്ല. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് പിണ്ടൊക്കെ ഇടാനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തള്ളി ഇട്ടിട്ടുണ്ട്. അതോടുകൂടിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ. ഓക്കെ. പിണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അളവിലേക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു സ്ക്വയർ പീസായിട്ട് ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ സ്ലീവ് എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 2 പീസ് തുണി അത് ഫോൾഡിങ്ങോടുകൂടി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് 4.5 പ്ലസ് ഒരു 1 ഇഞ്ച് കൂടി കൂട്ടി 5.5 മാർക്ക് ചെയ്യാം. ആം ഹോൾ വരുന്നത് 6.5 6.5 പ്ലസ് 2 ഇഞ്ച്. അഞ്ചരയിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കുകയാണ്. ആം ഹോൾ നമുക്ക് വേണ്ടത് 6.5 മാർക്ക് ചെയ്യാം പ്ലസ് 2 ഇഞ്ച്. സ്ലീവ് റൗണ്ട് വരുന്നത് 10.5 10.5 ആവുമ്പോൾ 5.25 മാർക്ക് ചെയ്യാം പ്ലസ് 2 ഇഞ്ച്. തമ്മിൽ സ്ലീവ് റൗണ്ടും ആം ഹോളും ജോയിൻ ചെയ്യാം. കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ഇങ്ങനെ കയറ്റി വരയ്ക്കാം. 1 ഇഞ്ച് കയറ്റി ഫ്രണ്ട് കൈ കുഴിച്ച് നമുക്ക് വെട്ടാം. ഓക്കെ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കൈ കുഴിച്ച് നമുക്ക് വെട്ടാം.
ഇത് തന്നെ ഈ പീസ് വെച്ച് തന്നെ നല്ല പീസും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. കട്ടിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവാണ്. സ്കേർട്ട് പോർഷൻ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു, നല്ല പീസ്. അതുപോലെ തന്നെ ലൈനിങ്ങും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചു. വേസ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അടിവശം നമ്മൾ മടക്കി അടിക്കുകയും ചെയ്തു രണ്ടും. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ട് ചെയ്യാണ്ട് വെച്ചിരുന്ന ആ സ്ക്വയർ പീസിൽ നമ്മൾ പിൻടക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. പിൻടക്ക് ഇടാനായിട്ട് നമ്മൾ ഇതേ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചത് അതേ അളവിൽ ഫോൾഡിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോൾഡിങ് ആയിട്ടുള്ള പീസ്, നല്ല പീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ്ങിന്റെ ഷോൾഡർ വരുന്ന വശം, അതായത് ഇവിടുന്ന് ഈ ഫോൾഡിങ്ങിന്റെ അവിടുന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പിൻടക്ക് വരേണ്ടത്. ഓക്കെ, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അടുത്തത് അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് കഴിഞ്ഞ് ഇപ്പറ. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിലാണ് അടുത്തത് ഇടേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ 3.5 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 നിന്ന് എടുത്ത് 3.5 പിൻടക്കായിട്ട് 1/4 ഇഞ്ച് എടുത്ത് വയ്ക്കും. ഓക്കെ, ഇതാണ് 3.5. 3.5 നിന്ന് 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത് ഇങ്ങനെ പിൻടക്ക് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താഴെയും നമ്മൾ 3.5 4 മാർക്ക് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേ തന്നെ മാർക്കിങ് വരത്തക്ക രീതിയിൽ 3.5 4 മാർക്ക് ചെയ്യുക. ഇത് വിടർത്തി വെച്ചിട്ട് കറക്റ്റ് 4 പിടിച്ച് നമ്മൾ ആ 3.5 കൊണ്ടുവരിക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് വീണ്ടും ഒരു 1/4 ഇഞ്ചിന്റെ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 2 എണ്ണം ഇവിടെ വരും. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ 3.5 മാർക്ക് ചെയ്ത 4 മാർക്ക് ചെയ്ത് അവിടുന്ന് അടുത്തത് ഇങ്ങോട്ട് എടുക്കുക. വീണ്ടും ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ അടുത്തത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും 1/4 ഇഞ്ച് അകലത്തിൽ 2 ടക്ക് വരും, പിൻടക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സൈഡിലെ പിൻടക്ക് ഇട്ട് കഴിഞ്ഞു. നമ്മളിങ്ങനെ എടുത്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പുറത്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ 2 എണ്ണം. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ 2 സൈഡിലും പിൻടക്ക് ഇട്ടെടുത്തു. ഇനി സെൻറ്ററിൽ മടക്കി നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ച് കറക്റ്റ് അളവിൽ കൈക്കുഴിയും നെക്കും ഒക്കെ കിട്ടിയെടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലൈനിങ് വെച്ച് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനായിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട് പീസ് വന്നേക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ 2.5 ഇഞ്ച് വിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് വിട്ടുള്ള ഈ ഒരു ലെങ്ത്തിൽ വരുന്ന ഒരു സെൻറ്റർ പീസ് എടുത്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്ത് മടക്കി സെൻറ്ററിൽ നിന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഈ ഒരു ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ. ഓക്കെ, അതുപോലെ ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് മടക്കി
ഈ ലേസ് ഈ ഒരു സൈഡിലും വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെൻറ്റർ പീസ് വെച്ച് കൊടുത്തു, സൈഡിലെ 2 ലേസ് പീസും വെച്ച് കൊടുത്തു. ഫ്രണ്ട് പീസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് വെച്ച് നെക്ക് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നെക്ക് അടിച്ചു മറിച്ച് ബാക്കിൽ സിബിനുള്ള സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കഴുത്തൊക്കെ റെഡിയാക്കി ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഷോൾഡറുകൾ ജോയിൻ ചെയ്തു. ബാക്ക് പീസിനുള്ള സിബിനുള്ളത് കട്ട് ചെയ്ത് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, കൺസീൽഡ് സിബാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് സ്കേർട്ട് പോർഷനും വേസ്റ്റിൻ്റെ അളവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓൾറെഡി, അപ്പോൾ അതും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഷേപ്പ് ചെയ്തു, സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തു. എന്നിട്ട് ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുത്തു. ഇനി അതിനുശേഷം നമ്മളിനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സ്ലീവ് നമ്മൾ അരികുവശം അടിച്ച് മറിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആം ഹോളിൻ്റെ അളവിൽ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇതായപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഫുൾ ഷേപ്പ് ചെയ്ത് എല്ലാം ഫിനിഷായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ്. പിള്ളേർക്ക് ഇട്ടാലും നല്ല രസമായിരിക്കും. പിൻടക്ക് മോഡൽ ഈ ഫ്രണ്ടിൽ ആ ഒരു ലേസ് വന്നേക്കുന്നതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്